തൊട്ടും പുറത്തില്ലല്ലോ ഏട്ടാ. അത് നീരുണ്ടല്ലേ ചെറുതായിട്ട്. ഞാൻ അന്നേ പറഞ്ഞല്ലേ സ്റ്റിച്ച് ഇടാന്ന്. ഇപ്പൊ എല്ലാരും പറഞ്ഞു 3 സ്റ്റിച്ചുള്ള സ്ഥലം ഉണ്ടെന്ന്. അന്നേരം ഏണിന്ന് വീണപ്പോ എല്ലാരും പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്തോ കനകന ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ. ഞാൻ പോയിടേ. എടാ എന്താ ഒരു സന്തോഷമുണ്ട്. എനിക്ക് ജോലി കിട്ടി. ബോർമ. മറ്റേ ക്ലീറ്റോന്റെ പാർട്ടിയിലെ അൻസാറില്ലേ? ഒന്നല്ല അൻസാറിന്റെ എന്തോ ഭയങ്കര വേണ്ടപ്പെട്ട ഒരാളാ. അയാൾക്ക് അവിടെ ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞു അവരുടെ ബോർമയില്. വെള്ളയമ്പലത്ത്. ഇച്ചിരി പോയാ മതിയല്ലോ. അപ്പൊ നമുക്ക് ഒന്നിച്ച് പോകാം. അതാണ് എത്രയാ ശമ്പളം? 12,000 രൂപ. കോളടിച്ചല്ലേ? നന്നായി. തൊഴിലുറപ്പിന് പോയി വെയിൽ കൊള്ളുണ്ടല്ലോ. നേര്. അപ്പൊ ഞാൻ നാളെ വരെ പോകും. ചോറ് കൊണ്ടുപോകണം. ചോറ് മാത്രം കൊണ്ടുപോയാൽ മതി. ചായയൊക്കെ അവര് തരും. എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസം വേണം. ഞായറാഴ്ച പോകില്ല. ഞാൻ ചെല്ലട്ടെ. ക്ലീറ്റോന് ചായ 5 മണി വരെയൊക്കെ നിന്നാ മതി എന്നാ പറഞ്ഞു. പോട്ടേട്ടാ. അവളെ സന്തോഷം കണ്ടാവേ. അവനാ ജോലിക്കുന്നില്ല, അവളെങ്കിലും പോട്ട് അല്ലേ. സമ്മതിച്ചല്ലോ. സമ്മതിച്ചില്ല, അവന് ഇടി കൊടുത്തനെ. ഇതിപ്പോ എന്തായാലും നന്നായി. അവള് ജോലി ചെയ്ത് കുറച്ച് പൈസ കിട്ടും. അവളെ കാര്യം നടന്നോളല്ലോ. എന്നും വന്നിങ്ങനെ അതിനൊന്നും ചോദിക്കണ്ടല്ലോ. നീ അവളെ മൂത്ത സന്തോഷം കണ്ടായിരുന്നാടി. സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്ത് സമ്പാദിക്കട്ടെ, മെഡിക്കാവട്ടെ. സ്വന്തമായിട്ട് ജോലിക്ക് പോകണമെന്ന് എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. എന്ത് ജോലി? ഏട്ടൻ വിട്ടാ നാത്തൂൻ്റെ കൂടെ ഞാനും പോവാം ജോലിക്ക്. അവിടെ ഒരാളെ മതി, 2 പേര് വേണ്ട. അവിടെ യൂണിയനായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവിടുന്ന് ചോദിക്കാലോ വേക്കൻസി ഉണ്ടോന്ന്. ഇവിടെ എന്താ നിനക്കിവിടെ എന്തിന്റെ കുറവാണ്? അവള് ജോലിക്ക് പോകണ കാര്യമുണ്ട്. മോള് പോയാ പിന്നെ ഞാനിവിടെ ഒറ്റക്കല്ലേ ഇരിക്കണം. നിനക്കിവിടെ വേറെ വീട്ടു ജോലിയൊന്നുമില്ലേ? പിന്നെ വീട്ടു ജോലി അല്ലെങ്കിൽ വലിയ കുഴപ്പം തന്നെ. നമുക്ക് ദൈവം ആവശ്യത്തിന് തന്നിട്ടുണ്ട്, അത് മതി. അവൾക്കില്ലാത്തതുകൊണ്ടാണ്. അവളില്ലാത്തതുകൊണ്ട് അവൾ പോട്ട്, അവൾക്കൊരു സന്തോഷം ഉണ്ടാവട്ടെ. ഇപ്പം അവളുടെ മുഖത്ത് ഒരു ചിരിയും ആ സന്തോഷമൊക്കെ, അത് മതി എനിക്ക്. ഹുറീഡ്. ഹുറീഡ്. HURRIED. ഹറീഡ്. HURRIED. ഹുറീഡ്. ഹറീഡ്. Pronunciation hurried. It hurried over the hills and Excuse me, my dear wife and daughter. അതൊക്കെ ഇങ്ങനെ പോയി ഒരു വഴിക്ക് അങ്ങ് പോയി. ഒരു സാരി മേടിച്ചടി, നാളെ പുതിയ ജോലിക്ക് പോകാനുള്ളതല്ലേ. ഇച്ചിരി ഗമയിലായിക്കോട്ടെ. എന്നെ പോലൊരു പ്രമുഖന്റെ ഭാര്യ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോൾ അവിടെ വരുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കൂലേ എങ്ങനെയെന്ന്. അങ്ങനെ സംഭവമൊന്നുമല്ല. ഒരു 50% ഡിസ്കൗണ്ട് കിട്ടി, അങ്ങനെ മേടിച്ചു. എന്നാലും സാരിയല്ലേ. നിനക്കൊണ്ടത് കൊത്തു പൊറോട്ട. കൊത്തു പൊറോട്ട, ചിക്കൻ കൊത്തു പൊറോട്ട. ഇതിന് ചേർന്ന ബ്ലൗസ് ഉണ്ടാവോ? ഏതെങ്കിലും ഒരു ബ്ലൗസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്. നീല ഉണ്ടെന്ന് തോന്നുന്നു. നേരത്തെ എഴുന്നേക്കണേ രാവിലെ കേട്ടോ. പൊറോട്ട നീ ഉണ്ടാക്കിയാണല്ലോ. കഴിക്കാൻ വല്ല ഉണ്ടാക്കി? കഞ്ഞിയുണ്ട്. കഞ്ഞി നമുക്ക് നാളെ പഴങ്കഞ്ഞിയായിട്ട് കുടിക്കാം ബ്രേക്ക്ഫാസ്റ്റിന്. ഇന്നിപ്പം നമുക്ക് ഇത് അടിക്കാം, കൊത്തു പൊറോട്ട. പക്ഷേ മതി, ഇത് 2 4 പേർക്ക് കഴിക്കാനുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. അത് പ്രമുഖ അത്രയൊന്നും ഞാൻ തിന്നില്ല. എനിക്ക് ഒന്നിന്റെ പാതിയെ ഇന്ന് ഞാൻ കഴിക്കുള്ളൂ. എന്തോ ശരി, ഒന്നിന്റെ പകുതി എടുത്ത് കറക്റ്റ് പകുതിയാക്കി അവർക്ക് കൊടുക്കും. കാണട്ടെ. നാളെ രാവിലെ ഒരു 8:30 ആകുമ്പോ ഇറങ്ങുന്ന രീതിയിൽ പ്ലാൻ ചെയ്യും. എന്നാ പിന്നെ അപ്പൊ ഞാനും തക്ലിമോളും കൂടെ ഒരുമിച്ചങ്ങ് ഇറങ്ങാം. ഓ ആയിക്കോട്ടെ. അമ്മ ഉണ്ടാക്കോ? അമ്മ കൊണ്ടാക്കണേ. ഞാൻ കൂടെ പോകുമ്പോ നീ അങ്ങോട്ട് ബസ് സ്റ്റോപ്പ് വരെ. അത് അമ്മയുണ്ടല്ലോ. നീ തന്നെ നടന്നു പോറായില്ല. ഞാനൊന്ന് മേലെ കഴിയട്ടെ. എന്നാ വേഗം അത് കഴിക്കാം. ഇച്ചിരി കട്ടൻ കാപ്പി എടുത്താ കൊള്ളാം. കഴിച്ചിട്ട് മേലെ വേണ്ട, എനിക്ക് വിശക്കണം. അവിടെ വെക്കടിക്കൂടെ. ഞാൻ എന്റെ എടുക്കട്ടെ. എന്തിനാ അങ്ങനെ കൈയൊക്കെ കഴുകി വൃത്തിയായിട്ട് വാ. കൈയൊക്കെ കഴുകി എന്റെ പൊന്ന് തക്ലിമോളെ, നീ തന്നെ തിന്നോ. ഇവിടെ ആരും നിന്റെ ഒന്നും എടുത്തോണ്ട് പോലെ. എവിടെ പോണ്? പാത്രം എടുക്ക.
അന്ന് അമ്മയ്ക്ക് എടുത്തിട്ടുണ്ടോ? അമ്മയ്ക്കൊന്നും വായ, അമ്മ ആണെങ്കിൽ എടുത്തോ. തങ്കം റെഡി ആയോ? ഇറങ്ങിക്കോട്ടെ, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. വേണ്ട വേണ്ട വേണ്ട. എൻ്റെ ജമന്തി, ആ ചൂലൊന്നും അങ്ങോട്ട് മാറ്റി പിടിച്ചേ. എന്താ ഒരു നല്ല കാര്യം നടക്കാൻ പോവല്ലേ? തങ്കം ജോലിക്ക് പോണ കാര്യം നിനക്ക് അത്ര ഓർമ്മയില്ലേ? തങ്കം എന്തോ വന്നോ നിന്നോ? ഞാൻ നിന്നു. ഞാൻ അങ്ങോട്ട് നടക്കുമ്പോൾ നീ ഇങ്ങോട്ട് നടന്നിറങ്ങിക്കോണം കേട്ടോ. എൻ്റെ എതിപ്പാ. വന്നോ. പോട്ടെ. എടി ചോറ് പൊതി ഉണക്കമീന് എടുത്തോ. ഞാൻ അവിടെ വെച്ചു. ചോറ് എടുത്ത് എടുത്തല്ലേ? പോട്ടെ എടി. എത്ര മണിക്ക് വരും? ഇനിയിപ്പോ 5-5:30 പോട്ടെ എന്നാ. ശരി. പിന്നെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. വെയിലൊന്നും കൊള്ളരുത് നടന്നു പോകുമ്പോ കേട്ടോ. ഇല്ല, അവളെ സ്കൂൾ വണ്ടിയിലാക്കിയിട്ടേ ഞാൻ പോകും. അവളങ്ങ് പൊക്കോളും. ഈ സമയത്ത് എല്ലാം നോക്ക്. പോണേട്ടാ. ഡാഡി പോണേ. അവൻ പോയില്ലേ? പോയി. നടക്കുവനെ. ഭർത്താവേ, എൻ്റെ തങ്കത്തിന് നല്ലപോലെ ജോലി ചെയ്യാനുള്ള ആരോഗ്യ ആയുസ്സവും കൊടുക്കണേ. ഒരു മടിയുമില്ലാതെ തന്നെ ജോലിയുള്ള എല്ലാവരും കൊടുക്കും. പീറ്റർ ചേട്ടാ, ഇനി ഞാൻ തൂത്തോട്ടെ. പിന്നെ നാളെ ഈ സമയം ചൂലും കൊണ്ട് നിൽക്കല്ലോ. ഇനിയുള്ള ദിവസങ്ങളിൽ അവള് ജോലിക്ക് പോണതാ കേട്ടോ. ഞാൻ നേരത്തെ തൂത്തോളാം.